കേരള പോലീസ് 1986 ബാച്ച് റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. കേരള പോലീസിലെ 1986 ഓഗസ്റ്റ് ബാച്ച് റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ് തിരുവനന്തപുരം ജില്ലാ കൂട്ടായ്മയിൽ വെച്ച് കൂട്ടായ്മ അംഗം കാട്ടാക്കട വിജയരാജിന്റെ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 50ഓളം കുട്ടികൾക്ക് ബാഗ്, കുട, ചെരുപ്പ്, ബുക്കുകളും മറ്റും ചേർന്നുള്ള പഠനോപകരണമാണ് നൽകിയത്. കുറ്റിച്ചൽ തച്ചങ്കോട് സഹകരണ സംഘം ടോപ്പ് ഹാളിൽ കൂടിയ യോഗത്തിൽ കൂട്ടായ്മയിലെ ജീവകാരുണ്യ പ്രവർത്തനം നേതൃത്വം വഹിക്കുന്ന കാട്ടാക്കട കട്ടയ്ക്കുട താമസം റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയരാജ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയിലെ ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് സർക്കിൾ ഇൻസ്പെക്ടർ റിട്ടയർഡ് കുടപ്പനക്കുന്ന് ഗോപൻ, ജില്ലാ സെക്രട്ടറി തച്ചൻകോട് വിജയൻ, കൂട്ടായ്മയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പിടാരം ജയകുമാരൻ നായർ, ട്രഷറർ പ്രശാന്ത് നഗർ മനോഹരൻ നായർ, വെങ്ങാനൂർ രാധാകൃഷ്ണൻ, ഇടപ്പഴഞ്ഞി വിജയൻ, നെയ്യാറ്റിങ്കര ജോൺ, പ്രസാദ്, രാജശേഖരൻ, കുമാർ, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസ് പെൻഷനേഴ്സിൻ്റെ 1986 പോലീസിൽ കയറി റിട്ടയർ ചെയ്ത ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഇവിടെ കൂടിയത്. ഞങ്ങൾ എല്ലാ മാസവും കൂടാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. മുൻകാലങ്ങളിൽ നിർധനരായ വിവാഹപ്രായമായി വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്നതല്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള വിജയരാജ് എന്ന ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ വേദിയിൽ വെച്ച് ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ സ്കൂൾ തുറന്ന് നിർധനരായ കുട്ടികളെ അവർക്ക് പഠനോപകരണങ്ങളും കുട, ബാഗ്, ചെരുപ്പ് എന്നിവ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അത് പ്രകാരം വിജയരാജ് സ്പോൺസർ ചെയ്യുകയും വിജയരാജ് ആൾക്കാരിൽ നിന്നൊക്കെ ചെറിയ സഹായങ്ങൾ വാങ്ങി ഇന്ന് ഈ വേദിയിൽ വെച്ച് ഇത്തരം പ്രവൃത്തി ചെയ്യുകയുണ്ടായി. ഈ പ്രവൃത്തി ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകണമെന്നും കൂടാതെ ഞങ്ങൾക്കും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതോടുകൂടി മാനസിക ഉല്ലാസവും സന്തോഷവും ഞങ്ങൾ വളരെ ചെറുപ്പമായി പ്രവർത്തിക്കുവാൻ തോന്നുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് ഇനിയും തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളോടൊപ്പം പ്രസിഡന്റായി കുടപ്പനക്കുന്ന് ഗോപനും, അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രാരം ജയനും, അതുപോലെ ട്രഷററായി മനോഹരൻ നായരും, ഒപ്പം ഈ വിജയരാജും കൂട്ടായിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചു വരുന്നത്. ഇനിയും ഇത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. 1986 സർവീസിൽ പ്രവേശിച്ച 500ഓളം പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. ഈ സംസ്ഥാനത്തൊട്ടാകെ അന്ന് സർവീസിൽ പ്രവേശിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മ റിട്ടയർ ആയപ്പോൾ നമ്മൾ രൂപീകരിച്ചു. ഏകദേശം 300ഓളം ആൾക്കാർ സംസ്ഥാനത്തൊട്ടാകെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു സ്റ്റേറ്റ് കൂട്ടായ്മയും ജില്ലാ കൂട്ടായ്മകളുമുണ്ട്. ഈ ജില്ലാ കൂട്ടായ്മ, തിരുവനന്തപുരം ജില്ലാ കൂട്ടായ്മയുടെ 47ാമത്തെ യോഗമാണ് ഇന്നിവിടെ കൂടിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിനകത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാരണം, നമ്മൾ സർവീസിൽ നിന്ന് പെൻഷനായി നമുക്ക് ഉപജീവനത്തിന് വേണ്ടി പെൻഷൻ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഒരു സമൂഹത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നടത്തണമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, അവശത അനുഭവിക്കുന്നവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം സർവീസിൽ നിന്ന് റിട്ടയർ ആയവർ കൂടി അതിൽ പങ്കാളികളായി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല കാരുണ്യ പ്രവർത്തനങ്ങളും ഈ റിട്ടയർ ആയവർ തന്നെ ഓൾഡ് ഏജ് ഹോമുകൾ നടത്തിക്കൊണ്ടു പോകുന്നവരുണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങൾ വളരെയധികം ചെയ്യുന്നവരുണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവരുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് വിജയരാജ്. ഇന്നിവിടെ 13 കുട്ടികൾക്ക് വെറുതെ 2 നോട്ട് ബുക്ക് കൊടുക്കുക എന്നുള്ളതിലുപരി കുട, ബാഗ്, അതുപോലെ അവരുടെ ചെരുപ്പ്, 10-15 നോട്ട് ബുക്കുകൾ തുടങ്ങിയ ഏകദേശം ഒരു 1500 രൂപ വില വരുന്ന 13 കിറ്റുകൾ നമ്മുടെ ഒരു കൊച്ചു സംഘടനയിൽ നിന്നുള്ള ഒരു കാരുണ്യ പ്രവർത്തകന്റെ ഇടപെടൽ കൊണ്ട് നടന്നു. അതുപോലെ പലരും പല വിധത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് കൂടി നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധ ആശംസകളും ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു.